ഓറിയോ ബിസ്ക്കറ്റ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് അല്ലേ. നമ്മൾ പലപ്പോഴും ഐസ്ക്രീമിൻ്റെ കൂടെയൊക്കെ പൊടിച്ച് കഴിക്കാറുണ്ട്. മെക്ഡൊണാൾഡ്സിൽ പോലും ഓറിയോ ബിസ്ക്കറ്റ്സിൻ്റെ ഒരു ഐസ്ക്രീമാണ് ഉള്ളത്. നമ്മുടെ കുട്ടികൾക്കെല്ലാം സ്ഥിരമായിട്ട് സ്കൂളിൽ നിന്ന് വന്ന ആദ്യം കൊടുക്കുന്ന ബിസ്ക്കറ്റാണ് ഓറിയോ ബിസ്ക്കറ്റ്. ഇതിൻ്റെ അകത്തുള്ളത് മൊത്തമായിട്ട് പറയുവാണെങ്കിൽ പഞ്ചസാരയാണ്, ബാക്കിയുള്ളത് കൊഴുപ്പാണെന്ന് പറയാം. പഞ്ചസാര ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പാണ്, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഷുഗറാണ് അതിൻ്റെ അകത്ത് ആഡ് ചെയ്തേക്കുന്നത്. ഒരു ബിസ്ക്കറ്റിൽ നിന്ന് മാത്രം 5 ഗ്രാം ഷുഗറാണ് കിട്ടുന്നത്. അപ്പം ഒരു 5 ബിസ്ക്കറ്റൊക്കെ കഴിച്ചാൽ ഏകദേശം 25 ഗ്രാം പഞ്ചസാര എത്തിക്കഴിഞ്ഞു. നമ്മുടെ മാക്സിമം ഒരു ദിവസം കഴിക്കാൻ പറ്റുന്ന മാക്സിമം പഞ്ചസാരയുടെ ഒരു അളവ് സ്ത്രീകളിലൊക്കെ 25 ഗ്രാം മാത്രമാണ്. അത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിരിക്കുന്ന പ്രിസർവേറ്റീവ്സ് പലതും സോഡിയം ബെൻസോയേറ്റ്, ബ്യൂട്ടിലേറ്റ് ഹൈഡ്രോക്സി ടൊലുവിൻ പോലുള്ള പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടാണ് ഈ ബിസ്ക്കറ്റ്സുകളെല്ലാം മാർക്കറ്റിലോട്ട് എത്തുന്നത്. ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിരിക്കുന്ന എണ്ണയോ മിക്കതും പാം ഓയിലും കനോള ഓയിലുമാണ്, അതും റിഫൈൻഡ് ആയിട്ടുള്ളത്. അത് സ്ഥിരമായിട്ട് കഴിച്ചാൽ അതിൻ്റെ അകത്തുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ഹൃദയത്തിന് നല്ലതല്ല, കൊളസ്ട്രോൾ അമിതമാക്കും, അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം ഉണ്ടാക്കും, പൊണ്ണത്തടി ഉണ്ടാക്കും, അതുപോലെ പ്രമേഹം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും 1-2 ബിസ്ക്കറ്റ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു 10 ബിസ്ക്കറ്റ് കഴിച്ചാൽ ഏകദേശം 700 കലോറി എനർജിയായി നമ്മുടെ ശരീരത്തിലോട്ട്. കുട്ടമ്പായി വളരെയധികം സീക്രട്ടായിട്ട് ഒളിച്ചു നിന്നാണ് ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഒളിച്ചു വെക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ വയർ.